ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഞാൻ രാവിലെ തന്നെയാണ് വീഡിയോ എടുത്തത്. വേറെ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നും ഞങ്ങൾക്ക് രാവിലെ തന്നെ പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ. അതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താണോ അതാണ് ഉണ്ടാക്കുന്നത്. കുറച്ചു നേരം അങ്ങനെ പുറത്തേക്ക് നോക്കി നിന്നു. ഇവിടെ വേറെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? രാവിലെ തന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. അങ്ങനെ കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അന്ന് ഫുള്ള് എനിക്ക് എനർജി ഇല്ലാത്ത പോലെ തോന്നും. അതെനിക്ക് ഇപ്പോൾ ഉള്ള ശീലമല്ല, സ്കൂൾ മുതലേ ഉള്ളതാണ്. സ്കൂളിൽ വെച്ച് ടീച്ചർ പറഞ്ഞ അന്ന് മുതലേ ഞാനിത് ശീലം ഫോളോ ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് നോക്കി നിന്ന് കുടിക്കാനാണ് വിചാരിച്ചത്. പിന്നെയാണ് ഓർത്തത് വെള്ളം ഇരുന്ന് വേണ്ടേ കുടിക്കാൻ. അതുകൊണ്ട് കുറച്ചു നേരം ഇരുന്നിട്ട് വെള്ളം കുടിച്ച് തീർക്കുന്നുണ്ട്. എന്നിട്ടും കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്നു. നാട്ടിലെ കാര്യങ്ങളാണ് കൂടുതലും ഞാനിപ്പോൾ ഓർക്കുന്നത്. നാട്ടിലെ എല്ലാവരെയും എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഇക്കാക്ക എഴുന്നേറ്റ് വന്ന് ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട്. കുട്ടികളാരും എഴുന്നേറ്റിട്ടില്ല. ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പിള്ളേരെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കിയെടുക്കട്ടെ, എന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യം നോക്കാനായിട്ട്. ഞാൻ ഈ വീഡിയോക്ക് വോയിസ് കൊടുത്തത് 2 പ്രാവശ്യമായിട്ടാണ്. അതുകൊണ്ടാണ് 2 തരത്തിലായിട്ട് സംസാരിക്കുന്നതായി തോന്നുന്നത്. ഓട്ടപ്പം ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ തേങ്ങാപ്പാലൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. തേങ്ങ ചെറുതായിട്ടൊന്ന് പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അത് കേടായിരിക്കോ, പക്ഷെ പൊട്ടിച്ചു നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ചിരവില്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊന്ന് കൊത്തിയാണ് എടുക്കുന്നത്. ചിരവ് ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഞാനത് ഒഴിവാക്കിയതാണ്. ചിരകുന്നതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി ഈസി ഇതാണ്. പെട്ടെന്ന് തന്നെ ഒന്ന് തേങ്ങാപ്പാൽ അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഓട്ടപ്പം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഏലക്ക പൊടിയില്ലാത്തതുകൊണ്ട് ഏലക്ക പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഏലക്കൻ്റെ തൊലിയിൽ കുറേ വിഷാംശം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടത് കൊണ്ടാണ് ഞാൻ ഏലക്കൻ്റെ അല്ലി മാത്രം ഇട്ട് കൊടുക്കുന്നത്. മുമ്പൊക്കെ ഞാൻ ഏലക്ക പൊടിച്ച് വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുപ്പി എടുത്തപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, വാങ്ങിയ സാധനം മാറിപ്പോയിട്ടുണ്ട്. ബേക്കിംഗ് സോഡക്ക് പകരം ബേക്കിംഗ് പൗഡറാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോൾ ഇനി വേറെ വഴിയൊന്നുമില്ല. തൽക്കാലം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ പോട്ടെ. സോഡാപ്പൊടി ഇടാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കോഫിയാണ്. എനിക്ക് കോഫിയും ചായ ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷെ ഇക്കാക്കാക്ക് ഇഷ്ടം ചായയാണ്. അതുകൊണ്ട് എനിക്ക് കോഫിയും ഇക്കാക്കാക്ക് ചായയുമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പാക്കറ്റ് കോഫി പൗഡർ കൊണ്ടുവരാറുണ്ട്. എനിക്ക് ഈ കോഫി പൗഡറിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമാണ്. ഞാൻ കോഫി പൗഡർ വെച്ചിട്ട് മാത്രമല്ല ഇപ്പോൾ ചായ ഉണ്ടാക്കുന്നത്, കുറച്ച് ബൂസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ട്. അത് രണ്ടിൻ്റെയും ടേസ്റ്റ് ഒരുപോലെ ചേരുമ്പോൾ എനിക്കത് ഇഷ്ടമാണ്. എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടമാണെന്നറിയില്ല, എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ചൂടോടുകൂടി തന്നെ കുടിക്കാൻ ശ്രമിക്കണേ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കുറച്ച് മധുരം കൂടി ചേർത്തിട്ട് ഞാൻ എൻ്റെ കോഫി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഈ കോഫി കൂടി കുടിക്കാം. ഓട്ടപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാനിതാ ഗ്യാസ് കത്തിച്ചിട്ട് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാക്കാക്ക് ചായ ഉണ്ടാക്കാൻ വെച്ച പാത്രത്തിലേക്ക് ഞാൻ ഇതാ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബാറ്ററി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടാക്കുന്ന ഓട്ടപ്പമാണ് കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറയണേ. എന്തായാലും വാങ്ങിയ ബേക്കിംഗ് പൗഡർ തിരിച്ചു കൊടുക്കണം, എന്നിട്ട് പകരം ബേക്കിംഗ് സോഡ തന്നെ വാങ്ങാം. എന്തായാലും ഞാനിതൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. ചുട്ട് തീരുന്നതിന് മുമ്പ് ഞാനിത് എൻ്റെ കോഫി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. തേങ്ങാപ്പാലും റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കട്ടെ. ഞങ്ങൾ പുറത്തു പോകുമ്പോൾ 2 കപ്പ് ഇതുപോലെ കൊണ്ടുപോകാറുണ്ട്. ഒന്ന് എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.